ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യയുമായുള്ള വ്യാപാര യുദ്ധം വരാനിരിക്കുന്ന കൊടുങ്കാറ്റാണ്. ഇതിനകം തന്നെ കാര്യങ്ങൾ ഇളകി മറിയുന്നു. പുതിയ തീരുവകൾ ഓഗസ്റ്റ് അവസാനം പ്രാബല്യത്തിൽ വരാൻ പോകുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നു. തിരക്കേറിയ മാർക്കറ്റുകളിൽ മുതൽ സാധാരണ ബിസിനസ്സുകളിൽ വരെ ട്രംപ് ഇഫക്റ്റ് പടരുന്നു. ആദ്യം ഓഹരി വിപണികളിൽ അത് പ്രതിഫലിച്ചു. വിദേശ നിക്ഷേപകർ വേഗത്തിൽ ഓടിപ്പോകുന്നു. ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിക്കുന്നു. 2 ബില്യണിൽ അധികം $ആണ് മാർക്കറ്റുകളിൽ നിന്ന് പോയത്. ഈ വർഷം മാത്രം അവർ 1 ലക്ഷം കോടി രൂപയിലധികം പിൻവലിച്ചു. ഇത് 11 ബില്യണിലധികം $ആണ്. എന്തുകൊണ്ടാണ് ഈ വൻ പിന്മാറ്റം? ഉത്തരം ലളിതമാണ്. നിക്ഷേപകർ ഇന്ത്യയെ ഇപ്പോൾ അപകടകരമായൊരു നിക്ഷേപ മേഖലയായി കാണുന്നു. 3 പ്രധാന കാരണങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ഒന്നാമത്, അമേരിക്ക ഇന്ത്യ ബന്ധത്തിലെ സമ്മർദ്ദം. രണ്ടാമത്, ഇന്ത്യൻ കമ്പനികളുടെ ലാഭത്തിലെ ഇടിവ്. മൂന്നാമത്, ഇടിയുന്ന രൂപയുടെ മൂല്യം. ഇവയെല്ലാം കൂട്ടിച്ചേർത്താൽ ആത്മവിശ്വാസം ഇളകുന്നു. ബാങ്കുകൾ വായ്പകളെക്കുറിച്ച് കൂടുതൽ കരുതലോടെ പെരുമാറുന്നു. കയറ്റുമതിക്കാരോട് അവരുടെ US ബന്ധങ്ങൾ, എക്സ്പോഷർ ലെവലുകൾ, ബാക്കപ്പ് പ്ലാനുകൾ എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കുറഞ്ഞത് 5 പ്രധാന ബാങ്കുകൾ ഈ പരിശോധനകൾ വർദ്ധിപ്പിച്ചു. പ്രധാനമായും 3 മേഖലകൾക്ക് വലിയ തിരിച്ചടിയാണ്. ടെക്സ്റ്റൈൽസ്, രത്നങ്ങൾ, ആഭരണങ്ങൾ. ഇവ കയറ്റുമതിയെ ആശ്രയിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ താരിഫുകൾ ഇവയ്ക്ക് വലിയ പ്രഹരമാകും. ബാങ്കുകൾ ജാഗ്രത പാലിക്കുന്നതിൽ അതിശയമില്ല. പ്രതിരോധത്തിനായി കയറ്റുമതിക്കാർ തന്ത്രങ്ങൾ മാറ്റുന്നു. ചിലർ ഉൽപ്പാദനം ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റുന്നു. മറ്റു ചിലർ പുതിയ വിപണികൾ തേടുന്നു. ചിലർ അമേരിക്കയിൽ കമ്പനികൾ വാങ്ങാൻ പോലും ശ്രമിക്കുന്നു. അതിനു പുറമെ അവർ സർക്കാരിൻ്റെ സഹായം ആവശ്യപ്പെടുന്നു. വ്യാപാര സംഘടനകൾ സാമ്പത്തിക സഹായം, ഡ്യൂട്ടി തിരിച്ചടവ്, വായ്പാ പലിശയിൽ ഇളവ്, പിഴയില്ലാത്ത ധനസഹായം തുടങ്ങിയ രൂപത്തിൽ ആശ്വാസം തേടുന്നു. അതിനിടയിൽ RBI കാര്യങ്ങൾ സ്ഥിരപ്പെടുത്താൻ ഇടപെടുന്നു. ഈ മാസം രൂപയെ പിന്തുണയ്ക്കാൻ RBI തങ്ങളുടെ ഡോളർ റിസർവ് ഉപയോഗിച്ചു. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? മറ്റ് കേന്ദ്ര ബാങ്കുകളെ പോലെ RBIയും ഡോളർ സംഭരിക്കുന്നു. രൂപയുടെ മൂല്യം താഴുമ്പോൾ അവർ ആ ഡോളറുകൾ വിൽക്കുകയും രൂപ വാങ്ങുകയും ചെയ്യുന്നു. ഇത് രൂപയോടുള്ള ആവശ്യകത വർദ്ധിപ്പിക്കുകയും അതിൻ്റെ വില ഉയർത്തുകയും ചെയ്യുന്നു. ഇത്തവണ അവർ $5 ബില്യൺ രൂപയ്ക്ക് മാറ്റി. രൂപയ്ക്ക് ആവശ്യമായ ഉത്തേജനം നൽകി. കഴിഞ്ഞയാഴ്ച ട്രംപ് താരിഫുകൾ 25% നിന്ന് 50% ഉയർത്തിയതോടെ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 87.89 താഴ്ന്നു. ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയോടെ അടുത്തു. ഇന്ത്യൻ കറൻസികൾക്ക് വലിയ ആഘാതമുണ്ടാക്കിയ വർഷമാണിത്. അത് ഏഷ്യയിലെ ഏറ്റവും ദുർബലമായ പ്രകടനക്കാരിൽ ഒന്നാക്കി. ഇതുവരെ 2% കൂടുതൽ മൂല്യം നഷ്ടപ്പെട്ടു. ഈ ഇടിവിൻ്റെ പകുതിയും വ്യാപാര വിവാദങ്ങൾക്കിടയിൽപ്പെട്ട കഴിഞ്ഞ 2 ആഴ്ചകളിലാണ്. നേരിയ ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് അത് 87.73 ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ഇത് കൂടുതൽ താഴുകയാണെങ്കിൽ പ്രത്യാഘാതങ്ങൾ വൻതോതിലാകും. തീർച്ചയായും രൂപയുടെ തളർച്ച കയറ്റുമതിക്കാർക്ക് അവരുടെ ഡോളർ വരുമാനം കൂടുതൽ രൂപയാക്കി മാറ്റാൻ സഹായിക്കും. പക്ഷേ ഈ കുഴപ്പത്തിൽ നെഗറ്റീവുകൾ പോസിറ്റീവുകളെ മറികടക്കുന്നു. വിലയേറിയ ഇറക്കുമതികൾ പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും. സ്വർണത്തിൻ്റെ വില കയറിയപ്പോൾ ഉണ്ടായതുപോലെ ഒരു ചെയിൻ റിയാക്ഷൻ. താരിഫുകൾ ഔദ്യോഗികമായി ഓഗസ്റ്റ് 27 ആരംഭിക്കുന്നു. അമേരിക്കയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ ഇനിയും സമയമുണ്ട്. അതിന് കഴിയുന്നില്ലെങ്കിൽ ഈ വെല്ലുവിളിയിൽ നിന്ന് ശക്തമായി ഇന്ത്യ ഉയരേണ്ടി വരും.